ഹായ് എസ് എൽ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഒന്ന് നടന്നിരുന്നെങ്കിൽ എന്ന് നമ്മൾ വിചാരിക്കാറുണ്ട്. അത് നമുക്ക് ഈസി ആയിട്ട് നടത്താനായിട്ട് പറ്റുന്നുണ്ടെങ്കിലോ അതും ഒരു 7 ദിവസം കൊണ്ട് നിങ്ങളുടെ 7 ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് നടത്തിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമല്ലേ? അതേ, സത്യമായിട്ടും വലിയ കാര്യമാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് ഒരു 7 ദിവസം നിങ്ങൾ കറക്റ്റായിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് തയ്യാറാണെങ്കിൽ, അത് കുറേ സമയമൊന്നും വേണ്ട, കുറച്ച് സമയം നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ 7 ആഗ്രഹങ്ങൾ നേടിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റും. അതെങ്ങനെയാണെന്നുള്ളതാണ് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ് ഞാൻ പറയണത്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. വെള്ളം വേണം, ഒരു ഗ്ലാസ് വെള്ളം വേണം, പിന്നെ ഒരു പേപ്പറും വേണം, ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ രാത്രി കിടന്നുറങ്ങാൻ പോകുന്നതിന് മുന്നെയാണ് നിങ്ങളിത് ചെയ്യേണ്ടത്. കിടന്നുറങ്ങാൻ പോകുന്നതിന് മുന്നേ വളരെ ശാന്തമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു പ്ലേസ് നിങ്ങൾ ചൂസ് ചെയ്യുക. നിങ്ങൾ കിടക്കുന്ന റൂം തന്നെയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആണ്. എന്നിട്ട് ഇനിയിപ്പോൾ അങ്ങനെയല്ല, അവിടെ ഒരുപാട് സൗണ്ടും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വേറെ റൂം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലം നിങ്ങൾ ചൂസ് ചെയ്തിട്ട് ഒരു പേപ്പർ നിങ്ങളുടെ കയ്യിലുണ്ടാവണം. ആ പേപ്പറിൽ നിങ്ങളുടെ ഒരാഗ്രഹം എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 7 ദിവസം 7 ആഗ്രഹങ്ങളാണ് എഴുതുന്നത്. അപ്പോൾ ഫസ്റ്റ് ദിവസം നിങ്ങൾ എഴുതിയ ആഗ്രഹമല്ല രണ്ടാമത്തെ ദിവസം എഴുതേണ്ടത്. അതായത് 7 ആഗ്രഹങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുമല്ലോ, ആ 7 ആഗ്രഹങ്ങളാണ് ഓരോന്നായിട്ട് എഴുതുന്നത്. അപ്പം നിങ്ങൾ ഫസ്റ്റ് ദിവസം ഒരാഗ്രഹം ആ പേപ്പറിൽ എഴുതുക. ഇപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വണ്ടി വാങ്ങണമെന്നാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ ആ ഒരു ആഗ്രഹം നിങ്ങൾ ആ പേപ്പറിൽ എഴുതുക. എഴുതുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ, യൂണിവേഴ്സൽ ലാംഗ്വേജിലാണ്. അതായത് എനിക്ക് ലഭിച്ചതിന് നന്ദി എന്നുള്ള രീതിയിലാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എനിക്ക് ലഭിച്ചതിന് നന്ദി എന്നുള്ള രീതിയിൽ നിങ്ങൾ ആ പേപ്പറിൽ എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ മുഴുവനായിട്ട് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അതിനെക്കുറിച്ച് ഒന്ന് ഇമാജിൻ ചെയ്ത്, മീൻസ് അത് ലഭിക്കുന്നതായിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്തിട്ട് നിങ്ങൾ ആ പേപ്പറിൽ എഴുതിയതിന് ശേഷം ആ പേപ്പർ നിങ്ങൾ മടക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ കിടക്കുന്നതിൻ്റെ കട്ടിലിൻ്റെ താഴെയിട്ട് തലയുടെ ഭാഗത്തായിട്ടാണ് വെക്കേണ്ടത്. താഴെയിട്ട് നിങ്ങൾക്ക് വെക്കാം. അപ്പോൾ പേപ്പർ മടക്കിയിട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു ഗ്ലാസ്സിൽ വെള്ളം വെക്കാം. ഈ പൊട്ടുന്ന ഗ്ലാസ്, കുപ്പി ഗ്ലാസ് ആണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. അപ്പോൾ ആ ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് അത് മൂടിയിട്ട് ഈ പേപ്പറിൻ്റെ മുകളിൽ വെക്കുക എന്നുള്ളതാണ്. പേപ്പർ വെക്കുക, അതിൻ്റെ മുകളിൽ ഗ്ലാസ് വെക്കുക, ആ വെള്ളം വെക്കുക. ഓക്കെ, അത്രയാണ് ചെയ്യേണ്ടുള്ളൂ. എന്നിട്ട് നിങ്ങൾ കിടന്നുറങ്ങുക. എന്നിട്ട് രാവിലെ എഴുന്നേറ്റിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളം എടുത്ത് കുടിക്കുക എന്നുള്ളതാണ്. വെള്ളം എടുത്ത് കുടിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ എന്താണോ നിങ്ങൾ ആഗ്രഹം എഴുതിയിട്ടുള്ളത് ആ ഒരു കാര്യം നിങ്ങൾ ഇമാജിൻ ചെയ്യണം. അത് നടക്കുന്നതായിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളതാണ് വെള്ളം കുടിക്കുന്ന സമയത്ത്. അതുപോലെ ആ കുടിക്കാൻ പോകുന്നതിന് മുന്നേ മുതലേ നിങ്ങളൊന്ന് ആലോചിക്കാം, ഇമാജിൻ ചെയ്യുക, എന്നിട്ട് ആ വെള്ളം കുടിക്കുക. അത്രേ നിങ്ങൾ ചെയ്യാനുള്ളത്. ഇത് 7 ദിവസം ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ദിവസം നിങ്ങൾ ചെയ്തു, ഇനി രണ്ടാമത്തെ ദിവസം രാത്രിയും ഇതേപോലെ നിങ്ങളുടെ മറ്റൊരാഗ്രഹം എഴുതുക. ദെൻ അത് നിങ്ങൾ ഇതേ പറഞ്ഞ പോലെ തന്നെ പേപ്പറെല്ലാം ഫോൾഡ് ചെയ്ത് നിങ്ങൾ കിടക്കുന്നതിൻ്റെ തലയുടെ മുകളിലായിട്ട്, മീൻസ് താഴെയായിട്ട് നിങ്ങൾ ആ പേപ്പർ വയ്ക്കുക, അതിൻ്റെ മുകളിൽ ഒരു ഗ്ലാസ്സിൽ വെള്ളം വയ്ക്കുക, രാവിലെ എഴുന്നേൽക്കുക, അത് കുടിക്കുക. മൂന്നാമത്തെ ദിവസം നിങ്ങളുടെ മൂന്നാമത്തെ ആഗ്രഹം എഴുതുക. ഇങ്ങനെ 7 ദിവസം നിങ്ങളുടെ 7 ആഗ്രഹങ്ങൾ എഴുതിയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. 7 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്കത് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഇതിൽ എല്ലാം നടക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കതും നടക്കാനുള്ള സാധ്യതയുണ്ട്. എല്ലാം എന്ന് പറയുന്നില്ല എങ്കിലും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ എല്ലാം നടക്കാനുള്ള സാധ്യതയുണ്ട്. അത്രയും കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യണമെന്നുള്ളൂ. അപ്പോൾ നടക്കാതിരിക്കാനുള്ള ചാൻസ് കുറവാണ്. പക്ഷേ നിങ്ങൾ ചെയ്യുന്നതനുസരിച്ചിരിക്കും. നിങ്ങൾ ഭയങ്കര കോൺഫിഡൻസോട് കൂടിയിട്ട് വിശ്വാസത്തോട് കൂടിയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് കിട്ടാം. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യമേ തന്നെ ഭയങ്കര ഹെവി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എഴുതരുത്. സിമ്പിളായിട്ട് നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉള്ള കാര്യങ്ങൾ എഴുതുക. ഇപ്പോൾ നമ്മൾ പലരും എഴുതുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു വീട് വെക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ഒരു ആഗ്രഹം എഴുതും. നമ്മളിപ്പോൾ ഒരു വീട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നമ്മൾ എനിക്ക് 1 മാസത്തിനുള്ളിൽ റിസൾട്ട് കിട്ടണം എന്നൊക്കെ വിചാരിച്ചിട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എഴുതി തീരണതിന് മുമ്പേ എനിക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഒരു വീട് വെക്കൽ എന്തായാലും ഒരാഴ്ച കൊണ്ട് നടക്കില്ലല്ലോ. അപ്പോൾ അതിന് നമുക്ക് ടൈം എടുക്കും. അപ്പോൾ നമ്മൾ ആ ഒരു മീൻസ് നമ്മൾ ഒരാഴ്ച എന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ 1 വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും ഈ ഒരു കാര്യമൊന്നും നടക്കില്ല, ഇതൊക്കെ വെറുതെയാണെന്ന് വിചാരിക്കും. അതുകൊണ്ട് നിങ്ങൾ ആദ്യം വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ സാധ്യതയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് അതിന് റിസൾട്ട് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും വിശ്വാസം കൂടുതലായിട്ട് വരും. അപ്പം നിങ്ങൾ പിന്നീട് നിങ്ങളുടെ വലിയ വലിയ ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതാം എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമേ തന്നെ വലിയ ആഗ്രഹങ്ങളിൽ തുടങ്ങരുത്, കുഞ്ഞാഗ്രഹങ്ങളിൽ തുടങ്ങാം. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നിങ്ങൾ കിടക്കുന്നതിന് മുന്നേ പേപ്പറിൽ നിങ്ങളുടെ ആഗ്രഹം എഴുതുക. ദെൻ പേപ്പർ മടക്കുക, അതിൻ്റെ മുകളിൽ വെള്ളം വെച്ചിട്ട് നിങ്ങൾ രാത്രി കിടന്നുറങ്ങുക, രാവിലെ എഴുന്നേൽക്കുക, വെള്ളം കുടിക്കുക. ആ കുടിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ ആ ഒരു കാര്യം, എഴുതിയ കാര്യം നടന്നതായിട്ട് ഇമാജിൻ ചെയ്യാം. ആ ഒരു ഫീലിങ്സൊക്കെ കിട്ടുന്ന രീതിയിൽ നിങ്ങളുടെ മനസ്സിൽ ഇമാജിൻ ചെയ്യാം. ഇത്ര മാത്രമേ ഉള്ളൂ. 7 ദിവസം നിങ്ങൾ ചെയ്ത് നോക്കുക, റിസൾട്ട് എന്തായാലും കിട്ടും. അപ്പോൾ റിസൾട്ട് കിട്ടിയതിന് ശേഷം നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു ആവശ്യമായിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ കുറേ ആഗ്രഹങ്ങളൊക്കെ ഉള്ളിലുള്ള ആളുകളൊക്കെ നിങ്ങൾക്ക് അറിയുണ്ടാവുമല്ലോ, ഫ്രണ്ട്സും അങ്ങനെയൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ കുറേ പേര് പറയണ്ടോ
എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടടാ, പക്ഷെ ഇതൊന്നും നടന്നിട്ടില്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവരുടെയും ആഗ്രഹങ്ങളൊക്കെ ഒന്ന് നടക്കട്ടെ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുക, എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനോട് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്